ആദ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം നേവി ഓൾറെഡി അവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു ഗ്രേപ്നർ, അതായത് പാതാളക്കരണ്ടി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഗ്രേപ്നർ, ഹൂക്കുള്ള ഒരു ടൈപ്പാണ്. അത് വെച്ചുകൊണ്ട് നമ്മൾ സോഡിയാക്ക്, അവരത് പറഞ്ഞ ജെമിനി എന്നാണ് അവർ പറഞ്ഞത്, ഡിങ്കി, അതിൽ 3 ലൈനായിട്ട് അത് വെച്ചുകൊണ്ട് ഒരു റോപ്പ് കിട്ടിയിട്ട് അതിനെ വലിച്ചു പോവുകയാണെങ്കിൽ, എന്തെങ്കിലും നമ്മൾക്ക് അതിനിടയ്ക്ക് തടയുകയാണെങ്കിൽ ആ ഭാഗത്ത് ഡൈവ് ചെയ്ത് നോക്കുന്നതാണ്. 25 ഫീറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഡെപ്ത്. അപ്പോൾ ആ ഒരു നമ്മൾ കുടുങ്ങിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് നോക്കാം, കല്ലാണോ മരമാണോ ഇനി വണ്ടിയാണോ എന്നുള്ളത്. അതങ്ങനെ ട്രേസ് ചെയ്ത് പോരണം എന്നാണ് ഞാൻ പറയുന്നത്. അഴിമുഖത്ത് നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് അത്രയും ജോലികൾ ഇതിന് മുന്നേ തീർക്കാൻ പറ്റും. അതൊരു ചെറിയൊരു ഗ്രേപ്നർ വാങ്ങിച്ചിട്ട് നമുക്ക് വലിച്ചു കൊണ്ടുവന്നാൽ മതി. ഇനി തീരെ പറ്റുന്നില്ലെങ്കിൽ കയറ് കട്ട് ചെയ്യാം. അത് അങ്ങനെ മേക്ക് ഷുവറായി ഇതിനെ നമ്മൾ, കാരണം ഒത്തിരി വലുപ്പമുള്ള മാതിരിയാണ് എനിക്ക് തോന്നിയത്. നദിയുടെ വീതി കൂടുതലുള്ളത് കൊണ്ട് ഒരു കറക്റ്റായിട്ടൊരു ആംഗിൾ പിടിച്ചുകൊണ്ട് നമ്മൾ സോഡിയാക്ക്, അതായത് ഡെങ്കി 3 ഒരേ സമയത്ത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഏരിയ മുഴുവൻ കവർ ചെയ്യാം. മേക്ക് ഷുവർ ആവാം അവിടെയൊന്നും ഈ ട്രക്കില്ല എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യാം. അതാണ് എൻ്റെ ലാസ്റ്റ് പോയിന്റ്. ഓക്കെ, വളരെ നന്ദി ശ്രീ ടി കെ ഉണ്ണി. മുങ്ങൽ വിദഗ്ധനാണ് ടി കെ ഉണ്ണി. നമുക്കൊപ്പം സഹകരിച്ചതിന് നമ്മൾ എല്ലാ സാധ്യതകളും തേടുകയാണ്. എല്ലാ മേഖലയിലും പ്രാവീണ്യമുള്ള ആളുകളോട് കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആ കുടുംബത്തിനൊപ്പം നിൽക്കുക എന്നതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത്. ആ കുടുംബത്തിലെ ഒരാളെയാണ് കാണാതായിരിക്കുന്നത്. 7 ദിവസമായി. 16-ാം തീയതി 8:45 മണ്ണിടിച്ചിലുണ്ടായ ഒരു മേഖലയിൽ എവിടെയോ അർജുനുണ്ട്. അർജുനും ആ ലോറി മാഞ്ഞു പോകത്തൊന്നുമില്ലല്ലോ. അത് മാത്രമാണ്, ഒരു ലേമാൻ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ലോറിയും അർജുനും അപ്രത്യക്ഷമായോ? അതെവിടെയാണെന്നുള്ളത് നമ്മുടെ സംവിധാനങ്ങൾ കണ്ടെത്തി കൊടുക്കുക തന്നെ വേണം. ഇതുവരെയും മൃതദേഹം ഒഴുകി നടക്കുന്നതോ വാഹനത്തിന്റെ ഭാഗങ്ങൾ ഒഴുകി നടക്കുന്നതോ അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും അടിഞ്ഞതോ അങ്ങനെയുള്ള ഒരു വിവരവും, ഈ വാർത്ത ഇപ്പോൾ ഈ ഷിരൂരിലെ അപകടത്തിന്റെ വാർത്ത ലോകം മുഴുവൻ സഞ്ചരിക്കുകയാണ്. ഒരിടത്തു നിന്നും അങ്ങനെയുള്ള സൂചനകൾ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ പിന്നെ ആ ലോറി എവിടെ? ഗംഗാവാലി നദിയിലാണെങ്കിൽ ആ നദിയിൽ നിന്ന് ഇതുവരെ അവിടെ നദിയിൽ നടത്തിയ തെരച്ചിലൊന്നും ആ ഭാഗത്തൊന്നും ഇല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പുഴയുടെ തീരത്തെ മണ്ണ്, അതിന് പുറത്തേക്ക് വീണ്ടും മണ്ണ് കോരിയിടുമ്പോൾ അതിനടിയിൽ ലോറി ഇല്ല എന്ന് ഉറപ്പിച്ചിട്ടാണോ മണ്ണ് കോരിയിട്ടത്? അതിനൊന്നും ഉത്തരവില്ല. അർജുനും ലോറിയും എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതുവരെ അതിന് ഏതൊക്കെ രീതിയിൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നാലും അർജുനും ലോറിയും, അർജുൻ എവിടെ, ആ ചോദ്യത്തിന് ഉത്തരം ആ കുടുംബത്തിന് കിട്ടിയേ തീരൂ.